ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഭരണം ഉപയോഗിച്ച് കേരളത്തിലെ BJP നേതൃത്വം വലിയ കുംഭകോണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം മെഡിക്കൽ കോളേജുകൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഒരു കോളേജിന് അംഗീകാരത്തിന് വേണ്ടി 5,60,00,000 രൂപ കൈപ്പറ്റി എന്നുള്ള വ്യക്തമായ തെളിവുകൾ BJPയുടെ സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരത്തിന് വേണ്ടി 5 കോടി രൂപ വാങ്ങിയെന്നുള്ള ആരോപണവും ഇതോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു BJP നേതാവിനെ BJPയിൽ നിന്ന് നടപടിക്ക് വിധേയമാക്കി എന്നുള്ളത് ഈ പുറത്തു വന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. ഈ പണമിടപാടിൽ വിരുദ്ധമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഹവാല വഴി പണം ഡൽഹിയിലേക്ക് എത്തിച്ചു. ഇതും BJPയുടെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പണം കൊടുത്ത വ്യക്തി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 70 മെഡിക്കൽ കോളേജുകൾക്ക് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. ആ അനുമതി നിഷേധിച്ച മെഡിക്കൽ കോളേജുകൾക്കെല്ലാം പിന്നീട് ലോധ കമ്മിറ്റിയെ സ്വാധീനിച്ച് അവരെല്ലാം തന്നെ അനുമതി പിന്നീട് വാങ്ങിയിട്ടുണ്ട്. ഈ അനുമതി വാങ്ങിയതിൻ്റെ എല്ലാം പിന്നിൽ രാജ്യത്തെ 70 മെഡിക്കൽ കോളേജുകൾക്ക് നേരത്തെ അംഗീകാരം നിഷേധിച്ചവർക്ക് പിന്നീട് അംഗീകാരം ലഭിച്ചതിൻ്റെ പിന്നിലെല്ലാം ഇതുപോലുള്ള പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ 5,60,00,000 കൊടുത്തു എന്നുള്ളത് പൂർണ്ണമായി പണം കിട്ടിയിട്ടില്ല എന്നതാണ് ഡൽഹിയിലെ ഇതിലെ ഇടനിലക്കാരൻ പ്രസ്താവിച്ചിട്ടുള്ളത്. പൂർണ്ണമായി പണം കിട്ടിയാലാണ് കാര്യങ്ങൾ നടക്കുക എന്നാണ് സതീഷ് നായർ ഈ കമ്മിറ്റിയോട് വെളിപ്പെടുത്തതായിട്ട് കാണുന്നത്. 10 കോടി രൂപയാണ് ഈ ഓരോ കോളേജുകാരിൽ നിന്നും ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ 7 കോളേജുകളിൽ നിന്നിങ്ങനെ പണം കൈപ്പറ്റിയതായിട്ടുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ 70 കോളേജുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പണം വിവിധ സംസ്ഥാനങ്ങളിലെ BJPക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കുംഭകോണം ഒരാളെ BJPയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടോ മറ്റു തരത്തിലോ മൂടിവെക്കേണ്ടുന്ന ഒരു അഴിമതിയല്ല. ദേശീയ തലത്തിൽ BJP നടത്തിയിട്ടുള്ള ഒരു അഴിമതിയാണ്. ഇതിന് സംസ്ഥാന BJP നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. ഉന്നത BJP നേതാക്കന്മാരുടെ അനുമതിയോടുകൂടിയാണ് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ ഇടപാട് നടത്തിയിട്ടുള്ളത്. ഇവിടെ ആരോപണ വിധേയനായിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമായി ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമല്ലേ. ഈ അഴിമതി ഡൽഹിയുമായി ബന്ധപ്പെട്ടൊരു അഴിമതിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു അഴിമതിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൽ വൻതോതിൽ പണം പിരിച്ചുണ്ടാക്കണമെന്നാണ് അമിത് ഷാ നിർദ്ദേശം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി ഇവിടെ 1,200 കോടി രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചുണ്ടാക്കാനാണ്
RSSും BJPയും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പണം പിരിച്ചുണ്ടാക്കാൻ വേണ്ടി വിവിധ വഴികളാണ് ഇപ്പോൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ BJPക്കാർ ചെയ്യുന്നത്. ഇതിപ്പോൾ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൈക്കൂലി വാങ്ങിയ വിവരം പുറത്തു വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ കള്ളനോട്ടടിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJPക്കാർ പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഹവാല ബിസിനസ്, കള്ളനോട്ടടി, ഇതെല്ലാം കേന്ദ്ര ഭരണത്തിൻ്റെ തണലിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തൃശ്ശൂരിൽ കള്ളനോട്ടടിച്ചതിൻ്റെ പേരിൽ പ്രമുഖ BJPക്കാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ കള്ളനോട്ട് കേസ്, അതിൻ്റെ ഭാഗമായി ആ കേസ് UAPA ചുമത്തി ആ കേസിൻ്റെ അന്വേഷണം വിപുലപ്പെടുത്തണം. ആ കള്ളനോട്ട് അടിച്ചത് നോട്ടടിക്കുന്ന മിഷൻ തന്നെ വെച്ചിട്ടാണ് കള്ളനോട്ട് അടിച്ചതായിട്ടുള്ള വിവരം പുറത്തു വരികയും അവരെ പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ UAPA ചുമത്തി രാജ്യദ്രോഹ കുറ്റമാണ് കള്ളനോട്ടടിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ് തണലിൽ ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘമായി കേരളത്തിലെ BJP മാറിയിരിക്കുകയാണ്. അഴിമതിരഹിത ഭരണമാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. BJP നേതാക്കന്മാർക്ക് അധികാരം കിട്ടിയാൽ അവരെന്തും ചെയ്യുമെന്നുള്ള തെളിവാണ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കെട്ടിടത്തിന് 5.5 കോടി രൂപയുടെ നികുതി ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഉള്ള അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടിയപ്പോൾ തിരുവനന്തപുരത്ത് BJPക്കാർ ചെയ്തതായിട്ടുള്ള ആക്ഷേപം വന്നിരിക്കുന്നത്. ഇങ്ങനെ ആകെ മൊത്തം ഒരു അഴിമതി പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കുംഭകോണങ്ങൾ മറച്ചു പിടിക്കാൻ BJP നടത്തുന്ന അന്വേഷണം കൊണ്ട് ഈ അന്വേഷണം നിർത്താൻ പാടില്ല. ഇത് BJPയുടെ ഒരു ആഭ്യന്തര കാര്യമല്ല. ഇത് രാജ്യത്ത് ഒരു കുംഭകോണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതൊരു പാർട്ടി അന്വേഷിച്ച് ഒത്തുതീർപ്പാക്കുകയും അതിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുകയുമല്ല വേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ തയ്യാറാകണം. ദേശീയ തലത്തിൽ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ടൊരു കുംഭകോണമായതുകൊണ്ട് കേന്ദ്രതലത്തിൽ തന്നെ ഉള്ളൊരു അന്വേഷണം നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സന്നദ്ധമാകണം. ദേശീയ തലത്തിൽ നടക്കുന്ന BJPയുടെ കുംഭകോണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സന്നദ്ധമാകണം. ഓരോ വർഷവും ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങണം. അപ്പോൾ ഓരോ വർഷവും മാനേജ്മെൻറ്റുകൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോഴാണ് പല മാനേജ്മെൻറ്റുകളിൽ നിന്നും ഓരോ വർഷവും പണക്കെട്ടുമായിട്ട് പോയാൽ ഈ കൗൺസിൽ ഇത് പുതുക്കി കൊടുക്കുന്നുള്ളൂ. ഇപ്പോഴും BJP ചെയ്തിരിക്കുന്നത് ഈ വർഷം ഈ ലോധ കമ്മീഷൻ എന്നതിന് പകരം കുറച്ച് ഡോക്ടർമാരെ ചേർത്തുകൊണ്ടൊരു മറ്റൊരു കമ്മിറ്റിക്ക് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുകയാണ് ഈ വർഷത്തെ ഇതിന് അംഗീകാരം കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അഴിമതി നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് RSSന് വിധേയരായ ആളുകളെ തിരികെ കയറ്റി ഒരു സംവിധാനം ഉണ്ടാക്കി എങ്ങനെയാണ് പണം കൈപ്പറ്റേണ്ടത്, ഇതിൻ്റെ പരീക്ഷണമാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ BJP അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് വലിയ കുംഭകോണങ്ങൾ നടത്തിയിരുന്നു. അന്ന് പെട്രോൾ പമ്പ്
വിതരണം ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ഏറ്റവും വലിയ കുംഭകോണം കേരളത്തിൽ നടന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ടും വലിയ അഴിമതി ആ കാലത്ത് നടന്നിരുന്നു. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള അഴിമതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈ BJPയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. BJP നേതാക്കന്മാർ തന്നെയാണ് ഈ വസ്തുത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. BJPയുടെ തന്നെ നേതാക്കന്മാർ BJP കമ്മിറ്റിയിൽ ഉന്നയിച്ച ആരോപണമാണ് അന്വേഷണ കമ്മീഷൻ പരിശോധിക്കേണ്ടി വന്നത്. അന്വേഷണ കമ്മീഷൻ്റെ ഒരു മെമ്പർ പത്രസമ്മേളനം നടത്തി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന്. അതിൽ അന്വേഷണ കമ്മീഷൻ്റെ മെമ്പർ തന്നെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇത് ഒരു BJP പ്രശ്നമായിട്ട് ഒതുക്കേണ്ടതല്ല, രാജ്യത്തെ ബാധിക്കുന്നൊരു അഴിമതി പ്രശ്നമായി കണ്ട് നിയമപരമായ നടപടിക്ക് ഇവരെ വിധേയമാക്കണം എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. കേരളത്തിലിപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം കേരളത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നമായതുകൊണ്ട് വിജിലൻസ് തന്നെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണെന്ന് തോന്നിയാൽ കേന്ദ്ര ഏജൻസിക്ക് വിടാവുന്നതാണ്. CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തിലേക്കല്ല ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ആദ്യം ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കട്ടെ. CBIയുടെ കയ്യിൽ ഈ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താവുന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം മാത്രമാണ്. CBIയും ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയായിട്ട് മാറിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേകം ഒരു സംവിധാനത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കേണ്ടതുണ്ട്. അല്ല, ഇന്ന് പാർലമെൻറ്റിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആവശ്യം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുള്ളത് കൊണ്ട് ഒരു അന്വേഷണത്തിലും നമ്മൾ വിശ്വാസം അർപ്പിക്കില്ല എന്നുള്ള നിലപാട് ശരിയല്ല. ആരെങ്കിലും അന്വേഷിക്കണ്ടേ? അപ്പോൾ അത്തരത്തിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണ സംവിധാനം വേണമെന്നുള്ള ആവശ്യമാണ് പാർലമെൻറ്റിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്താൻ കേന്ദ്രം തയ്യാറാവണം. അതൊരാളെ പുറത്താക്കേണ്ടി വന്നത് ഇതിനകത്ത് തെളിവുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ കുംഭകോണം നടന്നു എന്നതാണ്. കുംഭകോണം ഒരു പാർട്ടി അന്വേഷിച്ച് രക്ഷിക്കേണ്ട കാര്യമല്ല. അത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസെടുക്കേണ്ടത്. അതിനു പകരം ഒരു പാർട്ടി അന്വേഷിച്ച് ഇന്നയാൾ കുറ്റക്കാരനെന്ന് എടുക്കുന്ന ഒരു നിലപാടല്ല അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. ഇത് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ പൈസയല്ല. കേന്ദ്രഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം തരാം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടാണ് പൈസ വാങ്ങിയിട്ടുള്ളത്. പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി വാങ്ങിയ പൈസയല്ല ഇത്. അതുകൊണ്ട് പാർട്ടി അന്വേഷിച്ച് തേച്ചു മാറ്റി കളയേണ്ടതൊരു പ്രശ്നമല്ല ഇത്. ശരി, ഏതാ ആരെ അത് സംബന്ധിച്ചൊരു സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസ് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടൊരു കേസായതുകൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ സ്ത്രീ സുരക്ഷ നിയമം അനുസരിച്ചുകൊണ്ടുള്ള നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കണം. അത് അന്വേഷണം നടത്തി അക്കാര്യത്തിൽ നിഷ്പക്ഷമായ വിധത്തിൽ തന്നെ അന്വേഷിച്ച് അതിൻ്റെ എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരണം. വന്നിരിക്കുന്ന ആരോപണം വളരെ ഗൗരവമുള്ള ആരോപണമാണ്. ആ വന്ന ആരോപണത്തിൻ്റെ നിജസ്ഥിതി കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഉന്നത വ്യക്തികളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആരോപണം അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് തന്നെ പരിശോധിക്കപ്പെടണം. സ്ത്രീ സുരക്ഷ പ്രധാനമായിട്ടാണ് കേരളത്തിൽ ഗവൺമെൻറ് കാണുന്നത്. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ആര് നടത്തിയാൽ അത് എത്ര ഉന്നതന്മാരായാലും അവർക്കെതിരായി നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം. അതാണ് MLAയുടെ കാര്യത്തിലുള്ള പ്രശ്നത്തിലും
CPM-ന്റെ നിലപാട്. പാർട്ടി അതിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടില്ല. ഇതിൻ്റെ പേരിൽ ചക്കിട്ടപ്പാറയിലേക്ക് കയറാൻ നോക്കണ്ട. ശരി. BJP നേതാക്കൾ കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ നിലവിൽ കണ്ടത്. BJP 1200 കോടി രൂപ കേരളത്തിൽ നിന്ന് പിരിക്കാനാണ് BJPയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമാണ് ഇത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് BJP ഇങ്ങനെ പണം പറ്റുന്നുണ്ട്. ഇത് BJP എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി കാണേണ്ടതല്ല, മറിച്ച് രാജ്യത്തിൻ്റെ പൊതു മുതൽ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം എന്ന തരത്തിലേക്ക് അങ്ങനെ കാണേണ്ടതാണ്. രാജ്യത്തിൻ്റെ പൊതു പ്രശ്നമായി ഇതിനെ കാണണം, രാജ്യത്തെ ബാധിക്കുന്നൊരു പ്രശ്നമായി ഇതിനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP നേതാവിനെ പുറത്താക്കിയത് ഈ ആരോപണങ്ങൾക്കൊക്കെ ബലം പകരുന്ന കാര്യമാണ് നടന്നത്. BJPയുടെ ആഭ്യന്തര കുംഭകോണമല്ല, ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം നേടിത്തരാം എന്ന് പറഞ്ഞ് പണം ദുരുപയോഗം ചെയ്ത അല്ലെങ്കിൽ അധികാരം ദുർവിനിയോഗം ചെയ്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഇക്കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഴിമതി ആരോപിതനായ നേതാവിനെ BJP പുറത്താക്കിയത് ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നത് എന്നും കോടിയേരി പറഞ്ഞു. മുതിർന്ന നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നും കോടിയേരി. ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, ഈ BJP നേതാക്കൾ കോഴ വാങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കോടിയേരി പറഞ്ഞത്? അന്ന് വളരെ പ്രധാനമായ CPM നിലപാടുകൾ തന്നെ വ്യക്തമാക്കിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത്. BJPയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മെഡിക്കൽ കോളേജ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട സംഭവവികാസത്തിൽ CPIM-ന്റെ നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന അഴിമതി ആരോപണം BJPയുടെ ആഭ്യന്തര വിഷയം മാത്രമല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി നടന്ന വലിയൊരു ദേശീയ കുംഭകോണമാണ്. അതുകൊണ്ട് കേവലം ആഭ്യന്തര പ്രശ്നമായി മാത്രം കണ്ട് പാർട്ടി നടപടികൾ ഒതുക്കാൻ പാടില്ല എന്നുള്ള ആവശ്യമാണ് CPM മുൻപോട്ട് വയ്ക്കുന്നത്. പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടതുപോലുള്ള ജുഡീഷ്യറി സംവിധാനത്തിൽ നിന്നുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ ഈ വിഷയത്തിൽ ആവശ്യമെന്ന കാര്യവും കോടിയേരി മുൻപോട്ട് വയ്ക്കുന്നു. CPM മുൻപോട്ട് വയ്ക്കുന്ന ഈ ആവശ്യം പാർലമെന്റിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. CBI പോലുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഏജൻസികളിൽ വിശ്വാസമില്ല എന്ന് ഇതിന് അർത്ഥമില്ല. എന്തായാലും ഒരു ദേശീയ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള അഴിമതിയിലേക്ക് വഴിവെച്ചത് 1200 കോടി രൂപ കേരളത്തിൽ നിന്നും പിരിച്ചെടുക്കണമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നിർദ്ദേശം നൽകിയത് നിമിത്തമാണ് അത്തരത്തിലുള്ള അഴിമതിയുടെ ഒരു മഞ്ഞുമലയിലെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ ഒരു ദേശീയ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന ശക്തമായ ആവശ്യവും CPIM മുൻപോട്ട് വയ്ക്കുന്നു. അരുൺ.